അവിടെ മഴ പെയ്താൽ ഇവിടെ കഞ്ഞി കുടിക്കാതിരിക്കണം എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു 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 ചുവടുവയ്പ് അതിനെ ഒരു ഗവൺമെന്റും തയ്യാറാകുന്നില്ല. കാർഷിക മേഖലയെ എല്ലാ ഗവൺമെന്റുകളും തടയുകയാണ് ചെയ്യാറുള്ളത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ പാക്കേജസ് പറഞ്ഞു, ആ പാക്കേജസ് ഒന്നും തന്നെ നടപ്പാക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാതെയാണ് ഗവൺമെന്റുകൾ മുൻപോട്ട് പോകുന്നത്, പ്രത്യേകിച്ചും LDF ഗവൺമെന്റ്. അപ്പൊ ആ സാഹചര്യത്തിൽ പക്ഷെ ഇപ്പോ മിസ്റ്റർ അനിൽ ഭക്ഷ്യമന്ത്രി ഏതാനും തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ 50ാം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും നടപടികളൊക്കെ, ശക്തമായ നടപടികളൊക്കെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ നടപടികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന നെല്ല് സംഭരണത്തിന് ആധാറുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടി വരുമെന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പോ നെല്ല് സംഭരണം, അതായത് സാധാരണ രീതിയിൽ നെല്ല് സംഭരണത്തിന് എന്താ ഇവിടെ കേരളത്തിൽ സംഭവിക്കുക? ഒരിക്കലും സംഭരിച്ച നെല്ല് നേരിട്ട് കർഷകർക്ക് പണം കൊടുത്തല്ല സംഭരിക്കുന്നത്. അവർക്ക് ഒരു PRS, പാഡി റെസീറ്റ് ഷീറ്റ് എന്നൊരു റെസീറ്റ് കൊടുത്തിട്ട് നെല്ല് സംഭരിക്കുന്നു. ഈ പാഡി റെസീറ്റ് ഷീറ്റും കൊണ്ട് കർഷകര് ബാങ്കുകളിൽ പോയി, അനുവദനീയമായ ബാങ്കുകളിൽ പോയി അവിടെ നിന്ന് ആ പണം വായ്പ എടുക്കുന്നത് പോലെ എടുക്കണം. അതാണ് അവരുടെ ഗതികേട്. അങ്ങനെയാണ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത്. അങ്ങനെ എത്ര കർഷകർ അറിഞ്ഞും അറിയാതെയും ആത്മഹത്യ ചെയ്യുന്നു. അത്തരം അവസ്ഥയാണ്. അപ്പോൾ ഇനി മുതൽ നെല്ലിന്റെ പൈസ ആധാറുമായി ബന്ധിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു രീതി കൊണ്ടുവരും എന്നാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ 13 ഇനത്തിന്റെ കാര്യത്തിലും ഇതേ ആധാറുമായിട്ടുള്ള ബന്ധിപ്പിക്കൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ 13 ഇനം സപ്ലൈകോയിൽ വന്നാൽ തീർച്ചയായിട്ടും ആധാർ കാർഡുമായിട്ട് ചെല്ലുന്നവർക്കാണ് കിട്ടുക. അതായത് അർഹതയുള്ളവർക്ക് 58 ലക്ഷം പേർക്ക് അത് കൊടുക്കുന്നു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അപ്പൊ അത് അവർക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്താനുള്ള രീതിയാണിത്. പിന്നെ ഒന്ന്, സപ്ലൈകോ മെഡിമാർട്ട്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മെഡിക്കൽ കോളേജുകളിൽ പോലും മെഡിക്കൽ സ്റ്റോറുകൾ ഇപ്പോ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം അവിടെ ഇല്ല. മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് ഗവൺമെന്റ് ഒരുപാട് പണം കൊടുക്കാനുണ്ട്, കുടിശ്ശികയാണ്. അതുകൊണ്ട് ഈ മെഡിക്കൽ സ്റ്റോറുകളിലേക്ക്, ഗവൺമെന്റ് മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യാൻ പോലും കമ്പനികൾ തയ്യാറാകുന്നില്ല. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു മെഡിമാർട്ട് എന്നും പറഞ്ഞിട്ട് ഒരു ഉറപ്പുമായിട്ട് മന്ത്രി വരുന്നത്. അത് എത്ര വിശ്വസനീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ മെഡിമാർട്ട്, എന്താണ് മെഡിമാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 10 ശീതീകരിച്ച മെഡിക്കൽ സ്റ്റോറുകൾ കേരളത്തിൽ പല ഇടങ്ങളിലായി തുടങ്ങുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ശീതീകരിച്ച മെഡിക്കൽ സ്റ്റോറുകൾ, അതിനെയാണ് മെഡിമാർട്ട് എന്ന് പറയുന്നത്. അതപ്പോൾ ഈ സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. തീരുമാനം നടപ്പായാൽ നല്ലത്. ഇനി അതുപോലെ ശബരി ബ്രാൻഡിൽ സൂര്യകാന്തി എണ്ണ, പാമോലിൻ, ഉപ്പ്, പഞ്ചസാര എന്നിവ ലഭ്യമാക്കും. അതായത് ശബരി ബ്രാൻഡിൽ അങ്ങനെ ലഭ്യമാക്കുമെങ്കിൽ അതും നല്ലത് തന്നെയാണ്. ഇനി വേറൊന്ന്, മാനന്തവാടി, വാഗമൺ, കൊല്ലം എന്നിവിടങ്ങളിൽ പുതിയ പെട്രോൾ പമ്പുകൾ, അതായത് സപ്ലൈകോ പെട്രോൾ പമ്പുകൾ, എവിടെയൊക്കെയാണ്? മാനന്തവാടി, വാഗമൺ, കൊല്ലം എന്നിവിടങ്ങളിൽ പുതിയ പെട്രോൾ പമ്പുകൾ സ്ഥാപിക്കും. ഇനി അതുപോലെ തന്നെ വേറൊന്നാണ്, ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കും. ജില്ലാ കോടതി വളപ്പിൽ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേക എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്കിലും അത് തുടങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. ഇനി അടുത്ത വേറൊരെണ്ണം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഗോഡൌണുകൾ 60% ആധുനികവൽക്കരിക്കും. അതായത് നാഷണൽ ഫുഡ് സേഫ്റ്റി ആക്ട് 2013 UPA ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഗോഡൌണുകൾ, അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറയുന്ന ഒന്നും ഇവിടെ കിട്ടുന്നതായിട്ടൊന്നും ഗവൺമെന്റ് പറയാറില്ല, അംഗീകരിക്കാറില്ല. ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങൾ, 5 തരം പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ എന്നീ സാധനങ്ങളൊക്കെ
പിന്നെ പ്രയോറിറ്റി അനുസരിച്ച് 68% ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഭക്ഷ്യസുരക്ഷ ആക്ടില്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സപ്ലൈകോ വഴിയായിട്ട് ഈ പറയപ്പെട്ട 5 തരം പയറുവർഗ്ഗങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും അരിയും ഒക്കെ ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ രീതിയിൽ തന്നെ വില കുറച്ച് കൊടുക്കാവുന്നതാണ്, റേഷൻ വിലയ്ക്ക് കൊടുക്കാവുന്നതാണ്. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും ചോദിച്ചു പോവുകയാണ്. എപ്പോഴെങ്കിലും ആലോചനയിൽ വരുന്നെങ്കിൽ ആലോചിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് കരുതിയാണെന്ന് മാത്രം. ഇനി അതുപോലെ മറ്റൊന്ന്, സബ്സിഡി പഞ്ചസാര 3 ആഴ്ചക്കകം, അതായത് സബ്സിഡി റേറ്റിലുള്ള പഞ്ചസാര സപ്ലൈകോ വഴി 3 ആഴ്ചക്കകം ലഭ്യമാക്കുമെന്ന്. അങ്ങനെ പോകുന്നു ഈ അവകാശവാദങ്ങൾ. ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ സപ്ലൈകോയെ ഒന്ന് പുനരുദ്ധരിക്കാനായിട്ട്, അതിൻ്റെ 1976 അതിൽ തുടങ്ങിയ കാലത്ത് ഒരു പുഷ്പത്തെ പോലെ ശോഭിച്ചിരുന്ന ആ സപ്ലൈകോയെ അതുപോലെ ഒരു മനോഹര പുഷ്പമാക്കി മാറ്റത്തക്ക രീതിയിൽ മനുഷ്യർക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുത്ത് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മികവിലേക്ക് കൊണ്ടുപോകാൻ ഇടവരട്ടെ, മന്ത്രിക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.